ഇവ ഇത്രയും പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ, അതിൽ ചേച്ചിയുമായിട്ട് അല്ലെങ്കിൽ ചേച്ചിയുടെ വ്യക്തിത്വമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടാവോ? അങ്ങനെ ചേച്ചിയെ തന്നെ ഓർക്കാൻ പറ്റുന്ന അങ്ങനത്തെ എന്തെങ്കിലും, നിങ്ങളുടെ പ്രണയകാലത്തെ അങ്ങനെ എന്തെങ്കിലും? പ്രണയകാലം എന്ന് പറയുമ്പോൾ 2-3 ചേച്ചിയുടെ പീക്ക് ടൈം ഏതെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ? ചേട്ടന് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ഏതാണ് ചേട്ടന് ഇഷ്ടമുള്ള പാട്ട്? മുത്താലമ്മ എന്ന് പറഞ്ഞ രാജസാറിൻ്റെ പാട്ടാണ്. അത് പാടാം. முத்தாலம்மா என் முத்தாலம்மா இந்த முத்தழகன் பக்கம் வர கண் பாரம்மா. முத்தாலம்மா என் முத்தாலம்மா இந்த முத்தழகன் பக்கம் வர கண் பாரம்மா. உந்தன் ஒத்தாசைதா இந்த பூம்பாவை பூச்சூட வேணுமம்மா. இந்த அத்தானைத்தான் மேல் பித்தாக செய்தாய நீதானம்மா. முத்தாலம்மா என் முத்தாலம்மா இந்த முத்தழகன் பக்கம் வர கண் பாரம்மா. അത് ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടം എന്ന് ചോദിച്ചു. അതെന്താണെന്നറിയില്ല, ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആദ്യകാലങ്ങളിൽ പാടിയ പാട്ടാണ് അത്. രാജാ സാറിൻ്റെ അടുത്ത് ചെന്ന അതേ ആഴ്ചയിലാണോ അത് അടുത്ത ദിവസങ്ങളിലാണ് തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. പിന്നെ എൻ്റെ പേരുള്ളൊരു പാട്ട് അത് ഞാൻ അത് എന്ന് വെച്ചാല് മിൻമിനി എൻ്റെ പേര് മാത്രമല്ല, മിൻമിനി എന്ന് പറയുന്നത് മിന്നാമിനിങ്ങാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ആദിത്യൻ സാറിന്റെ മ്യൂസിക്കിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് കൺമണിക്ക് നെഞ്ചിൽ എന്ന നാണമോ இந்த மின்மினிக்கு தொட்டில் அந்த வானமோ. கண்மணிக்கு நெஞ்சில் என்ன நாணமோ இந்த மின்மினிக்கு தொட்டில் அந்த வானமோ. ஓடிச்செல்லும் மேகங்களே ஓய்வெடுத்து நில்லுங்களே, காதல் என்றும் வாழ்கவென்று கானமழை தூவுங்களே. லலலாலா லலலாலா ലലലാലാ. അങ്ങനെ ഒരു പാട്ട്. അതുപോലെ എന്താ ചേച്ചി ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തോന്നിയിട്ട്, അതായത് ഇപ്പം അങ്ങനത്തെ ഒരു പാടുണ്ടാവില്ലേ നമുക്ക്, ഇത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കിഡിലായിട്ട് നമ്മളത് പാടി, അങ്ങനത്തെ അതെങ്ങനെ ഏത് പാട്ടായിരിക്കും? അങ്ങനെ ബുദ്ധിമുട്ടി ശരത്തിൻ്റെ ഒരു പാട്ട് അങ്ങനെ പാടിയിട്ടുണ്ട്. അത് പക്ഷേ ഭയങ്കര ക്ലാസിക്കൽ സോങ്ങാണ്. ഞാൻ അത്രയും പ്യുവർ ക്ലാസിക്കൽ അങ്ങനെ അധികം പാടിയിട്ടില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടിയാണ് പാടിയത്. സാറിന് എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടുകളും അല്ലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള. ശരത്ത് പിന്നെ പാട്ടുകാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പാട്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? ഞാൻ ചോദിക്കട്ടെ ചേച്ചി, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര അത് ആ പാട്ട് പാടിയത് നമ്മുടെ അപർണ ബാലമുരളിയുടെ അച്ഛൻ ബാലമുരളി ഞാനും കൂടിയാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. ബാലമുരളി ഭയങ്കര സിംഗറാണ് കേട്ടോ, അസാധ്യ സിംഗറാണ്. നല്ല ഭയങ്കര മ്യൂസീഷ്യനാണ്. വായിക്കാത്ത ഇൻസ്ട്രുമെന്റ്സ് ഇല്ല. വീണ വായിക്കും, കീബോർഡ് വായിക്കും, പാടും, മൃദംഗം തബലയൊക്കെ വായിക്കും തോന്നുന്നു. ഈ പിന്നെ അപർണയുടെ അമ്മയും ചേച്ചിയുടെ ശോഭ ഭയങ്കര സിംഗറാ. ശോഭയും ജാൻസേച്ചിയും ശോഭയും ഭയങ്കര ക്ലോസ് ആണ്. ഞാനും ഞങ്ങളിടയ്ക്ക് അങ്ങനെ എൻ്റെ വീട്ടിൽ കൂടാറുണ്ട്. അന്നത്തെ ആ സൗഹൃദങ്ങളെല്ലാം ചേച്ചി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്.